ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നിഖിൽ ലൈവിലുണ്ട്, നിഖിലിനോട് പേര് സംസാരിക്കാം. ഷാഫ്. പറഞ്ഞോ പറഞ്ഞോ സാറേ. ആ ഓക്കെ. ഹലോ നമസ്കാരം. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോ സാറേ നമസ്കാരം. പറയൂ. സാറ് വീഡിയോസ് എല്ലാം കാണാനുണ്ട്. അത് കണ്ടിട്ട് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ വെരി ഗുഡ് വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ. അപ്പോ സാറേ എനിക്കിപ്പോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോ കറന്റ്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഒരു 1 lakh ഒരു പോർട്ട്ഫോളിയോ കറന്റ്ലി ഉണ്ട്. ഓക്കെ അപ്പോ എനിക്കിപ്പോ ഒരു വീട് വെക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോ പെട്ടെന്ന് വെക്കുന്ന ഒരു അർജന്റ് ഇല്ല. ഓക്കെ. നിലവിലെ സാഹചര്യത്തില് നമ്മൾ പെട്ടെന്ന് വീട് വെക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മള് നമ്മുടെ സാലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വെക്കുന്നതാണോ ബെറ്റർ, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ എടുത്ത് വെക്കുന്നതാണോ ബെറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഇതിലെല്ലാം കാര്യം വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി, എന്ന് തിരിച്ചു വരും, ഇനി ഇപ്പൊ പെട്ടെന്ന് വീട് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതനുസരിച്ചാണ് ഇതിന്റെ എല്ലാ കാര്യം. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ആ സമയം ആ എടുക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അപ്പൊ ഓ എത്ര എത്ര വയസ്സായി? എനിക്കിപ്പോ 31. 31. ഓക്കെ. ഇനി എന്തോ പറഞ്ഞാലും ഒരു ആ, 10-20 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ. അല്ല, എനിക്കൊരു 5-6 വർഷത്തിനുള്ളിൽ നാട്ടിൽ സെറ്റിൽ ചെയ്യുന്നതാണ് പ്ലാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ആ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഫ്ലാറ്റ് വാങ്ങാനോ വീട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നത്? പറമ്പ് വെച്ചിട്ട് പറമ്പിൽ വീട് വെക്കാനോ ഉദ്ദേശിക്കുന്നത്? പറമ്പ് ഓൾറെഡി പ്ലോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിലൊരു വീട് വെക്കണം. ഓക്കെ. അപ്പോ അതിൽ എത്ര വീട് വെക്കുന്ന എത്ര അതൊരു 40 lakh, 40 to 50. ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 ലാഖിന്റെ പോർട്ട്ഫോളിയോ ആ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് മാസം എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഈ എക്സ്പെൻസ് കഴിഞ്ഞിട്ട്? എനിക്കൊരു 1,30,000 മാറ്റി വെക്കാൻ പറ്റും. 1,30,000 മാറ്റി വെക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിൽ ഈ അതെ അതെ. 1,30,000 എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കറണ്ട് സിറ്റുവേഷനിൽ? ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു SIP ഉള്ളൂ, ഒരു 10,000. ഓക്കെ. അത് ഞാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതിങ്ങനെ ഓരോ എക്സ്പെൻസ് വന്നപ്പോ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. ഇത് മനസ്സിലായി. ഇതിൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലോൺ എടുത്ത് വെക്കാം. അപ്പൊ പിന്നെ EMI വരുമ്പോൾ നമുക്ക് നമ്മൾ അറിയാണ്ട് അടച്ച് എക്സ്പെൻസ് ചെയ്യാണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഈ 1.30 SIP ചെയ്യും. എന്നിട്ട് 1.30 SIP ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലത്തിനുള്ളിൽ അത് ഈസി ആയിട്ട് ഒരു നല്ല റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 5-6 കൊല്ലത്തിനുള്ളിൽ 1 കോടി എത്തും. എന്നിട്ട് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നിങ്ങൾക്ക് വീട് ഇനി ചിലപ്പോൾ 6 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ 40 ലക്ഷം ചിലപ്പോൾ 60 ലക്ഷം ആവും ബഡ്ജറ്റ്. പക്ഷെ എന്നാലും നിങ്ങൾ ലോൺ എടുക്കാതെ നിങ്ങളുടെ കൈ മാനേജ് ചെയ്യും. അതാണ് ഓക്കെ. അതാണ് എന്റെ കൺസേൺ. ഇപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ ബഡ്ജറ്റ് അത് ഡബിൾ ആവോ, അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ എടുത്ത് വെക്കുന്നത് അതൊരു പോസിബിൾ ആവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല ഇപ്പൊ അത് പലപ്പോഴും പറമ്പ് നമ്മൾ 12. പറമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറമ്പിന്റെ വിലയാണ് കൂടുന്നത്. മെറ്റീരിയലിന്റെ വില ഒരു നോർമലായിട്ട് കൂടത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത് പ്രധാനം പറഞ്ഞാൽ ഇപ്പൊ ഒരു 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 1 കോടി 2 കോടിയുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 50 ലക്ഷം 60 ലക്ഷം മാറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ കുഴപ്പം വെച്ചാൽ നിങ്ങൾ വീട് മാത്രം വെക്കും, ബാക്കിയുള്ളതൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് അടുത്ത ഒരു അവസ്ഥ വരും. അതിനേക്കാളും ആദ്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലെ പറ്റിപ്പോണെന്ന് വെച്ചാൽ എല്ലാവരും ആദ്യം വീട് വെക്കും. അപ്പൊ വീട് വെക്കുമ്പോഴേക്കും ഒരു ലോൺ അടച്ചു കഴിയുമ്പോഴേക്കും 1 കോടിയാവും. കാരണം ഇപ്പോ 50,000 രൂപയുടെ ലോൺ, 50 ലക്ഷത്തിന്റെ ലോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ 20 വർഷം അടച്ചു കഴിയുമ്പോഴേക്കും അത് 1 കോടി കൊടുക്കണം. അപ്പോ അതിനേക്കാളും നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഓക്കെ ഓക്കെ. ഇപ്പോ കറന്റ് ഞാൻ ചെയ്യുന്ന ഒരു 10,000 SIP ആണ്. അപ്പൊ നമ്മളിപ്പോ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണോ നമ്മുടെ എമൗണ്ട്? ഇപ്പൊ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. എന്നിട്ട് അത് ഇപ്പൊ ചെയ്യണ ഒന്ന് പോർട്ട്ഫോളിയോ ഷെയർ ചെയ്താണെങ്കിൽ നമുക്ക് ഈ പുതിയ ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യിപ്പിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് വിളിപ്പിച്ചോളൂ. ഓക്കെ. ശരി. ഓക്കെ ശരി. ആയിക്കോട്ടെ.
താങ്ക്സ്. താങ്ക് യു. Thank you, sir. ഉം.